ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ്, മുട്ട, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണിത്. കഴിച്ചാലും മതിയാവില്ല. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ആവിയിൽ വേവിച്ച് ഉടച്ച് വെച്ചതാണ്. വേവിച്ചെടുത്ത ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്ത് വെക്കാം. പിന്നെ നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവയാണ്. പിന്നെ നമുക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവ ചതച്ച് വെച്ചതാണ്. ഇനി ആവശ്യത്തിന് കടുക്. ഇനി നമുക്ക് ചട്ടി വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവയാണിത്. ഇവ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ ഇട്ട് കൊടുക്കാം. ഒരു കളർഫുൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാനിതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു മുട്ട എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നാടൻ മുട്ടയാണ് ചേർക്കുന്നത്. ഏത് മുട്ട വേണേലും ചേർക്കാം. അപ്പം മുട്ട കൂടി ഒഴിച്ച് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. മുട്ട നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാ പച്ചക്കറികളും ചേർത്തൊരു റെസിപ്പിയാണിത്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം നമുക്കിതിനി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ അടിപൊളി സൂപ്പർ റെസിപ്പിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ അടിപൊളി